ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്സ് കോർണർ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുന്ന അനുസരിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു പേസ്റ്റിൻ്റെ പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മസാല റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മസാലയും ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് കോൺഫ്ലവർ നല്ലപോലെ പരറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവർ നല്ലപോലെ പരറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഇതിങ്ങനെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവാനായി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും മറിച്ചിട്ടാലാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പീസസും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.